PSc ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കറിയാം PSc വിവിധ തസ്തികകളുടെ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. കുറച്ചു പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വിവരം നമ്മുടെ ചാനലിലൂടെ എന്തായാലും ആ ഒരു ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ പരീക്ഷകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ മാക്സിമം പേരിലോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ PSc ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള പുതിയ പരീക്ഷാ തീയതികൾ എന്ന് പറയുന്നത് നമ്മുടെ 2023 എന്ന് പറയുന്ന വർഷം കംപ്ലീറ്റ് ആയിട്ട് ഇനി അങ്ങോട്ട് PSc പരീക്ഷകളുടെ കാലമാണെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് വായിക്കാം. ഇതാണ് PSc സൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ന്യൂസ് എന്ന് പറയുന്നത്. നോക്കുക, 2022 നടന്ന 10ാം തലം 12ാം തലം ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയെ തുടർന്നുള്ള സാധ്യതാ പട്ടികകൾ 2023 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ 2022 നടന്നിട്ടുള്ള 10th പ്രിലിംസ്, +2 പ്രിലിംസ്, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് അതെല്ലാം നടന്നതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം സാധ്യതാ പട്ടികകൾ 2023 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് PSc പറഞ്ഞിട്ടുള്ളത്. മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കുള്ള മുഖ്യ പരീക്ഷകൾ, അതായത് 10th മെയിൻസ്, +2 മെയിൻസ്, ഡിഗ്രി ലെവൽ മെയിൻസ്, ഇതെല്ലാം 2023 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിൽ നടത്തുമെന്നാണ് PSc പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശദമായിട്ടുള്ള സിലബസും ടൈം ടേബിളും തിങ്കളാഴ്ച വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു. ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഇനി കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഫീൽഡ് ഓഫീസർ, പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തസ്തികകളുടെ പൊതു പ്രാഥമിക പരീക്ഷകൾ 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ചാനലിലൂടെ നടത്തുന്ന ക്ലാസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. 130 ദിവസത്തെ ടൈം ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഡേ 35 എന്നൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയം മുതൽ നമ്മളോടൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൻ്റെ, അതുപോലെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഫീൽഡ് ഓഫീസർ, പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഈ തസ്തികകളുടെ എല്ലാം പ്രിലിമിനറി പരീക്ഷയാണ് 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുന്നത് കേട്ടോ. പ്രാഥമിക പരീക്ഷയാണ്, പ്രിലിമിനറി എക്സാമാണ് 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ തസ്തികകളുടെ സാധ്യതാ പട്ടികകളിൽ ഉൾപ്പെടുന്നവർക്ക് കാറ്റഗറി അനുസരിച്ച് വെവ്വേറെ മുഖ്യ പരീക്ഷകൾ നടത്തുന്നതാണ്. അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടും കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഫീൽഡ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ, ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒരു പൊതു പ്രാഥമിക പരീക്ഷ ഉണ്ടായിരിക്കും. ഒരു കോമൺ പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും 2023 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഇനി അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് വരുന്ന സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തിട്ട്, അതായത് കാറ്റഗറി അനുസരിച്ചിട്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു മുഖ്യ പരീക്ഷ, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫീൽഡ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് ഒരെണ്ണം, അതിനുവേണ്ടി ഒരു മുഖ്യ പരീക്ഷ, സബ് ഇൻസ്പെക്ടർ അതിന് വേണ്ടിയിട്ട് ഒരു മുഖ്യ പരീക്ഷ. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് കാറ്റഗറി ബേസ് ചെയ്തിട്ട് ഓരോ സെപ്പറേറ്റ് മുഖ്യ പരീക്ഷകൾ നടത്തുന്നതാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ തസ്തികകളുടെ മുഖ്യ പരീക്ഷകൾ എപ്പോഴാണ് നടത്തുന്നത് പറഞ്ഞിരിക്കുന്നത്? 2023 ജൂലൈയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ഫീൽഡ് ഓഫീസർ തസ്തികകളുടെയും മുഖ്യ പരീക്ഷ വരുന്നത് കേട്ടോ. 2023 ജൂലൈ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ മുന്നിൽ തീരെ സമയമില്ല. 2023 ഏപ്രിൽ മെയ്യിലായിട്ടാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ വരുന്നത്, പ്രിലിംസ് വരുന്നത്. അത് കഴിഞ്ഞ് ജൂലൈയിൽ തന്നെ, ഇപ്പോൾ മെയ്യിലാണ് ഇപ്പോൾ പ്രിലിംസ് കഴിഞ്ഞതെങ്കിൽ ജൂലൈ നമുക്ക് ഒരു മാസമാണ് മുന്നിലുള്ളൂ. ജൂലൈ മാസത്തിൽ തന്നെ എന്തുണ്ടായിരിക്കും, മെയിൻസ് പരീക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തയ്യാറെടുക്കുന്നവർ, നമ്മുടെ ഇപ്പോൾ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം ടേബിൾ പ്രകാരം നമ്മളിപ്പോൾ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന രീതിയിലല്ലാതെ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് നോട്ട്സൊക്കെ തയ്യാറാക്കി ഞാൻ പറയുന്ന പോലെ മെയിൻസ് പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പഠിക്കുക.
അങ്ങനെയാവുമ്പോൾ നമ്മുടെ ടൈം ടേബിൾ തീരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മെയിൻസ് പരീക്ഷയ്ക്കുള്ള ആ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്യാം. പിന്നെ കിട്ടുന്ന ഒരു മാസം നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ പരീക്ഷകൾക്കും അതിൻ്റേതായ രീതിയിലുള്ള ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ലാസ്റ്റ് സമയത്ത് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്കായിരിക്കണം നിങ്ങളുടെ പഠനം കൊണ്ടുപോവേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയിട്ട്, മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം. ഓക്കെ, ഇനി അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ തസ്തികകളുടെ മുഖ്യ പരീക്ഷകൾ, മെയിൻസ് പരീക്ഷകൾ 2023 ജൂലൈ മാസത്തിലാണെന്ന് പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തസ്തികയുടെ മുഖ്യ പരീക്ഷകൾ 2023 ഓഗസ്റ്റ് മാസത്തിലാണ് കേട്ടോ. അപ്പോൾ SI സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ മെയിൻസ് പരീക്ഷ 2023 ഓഗസ്റ്റ് മാസത്തിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ പരീക്ഷ 2023 ജൂലൈ മാസത്തിലുമാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അടുത്തത് പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ്, ശ്രദ്ധിക്കുക. വിവിധ ബറ്റാലിയനുകളിലെ പോലീസ് കോൺസ്റ്റബിൾ, വനിതാ സിവിൽ പോലീസ് തസ്തികകളുടെ പരീക്ഷകൾ 2023 ജൂൺ ജൂലൈ മാസങ്ങളിൽ നടത്തുന്നതാണ്. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ, വനിതാ സിവിൽ പോലീസ് തസ്തികകളുടെ പരീക്ഷകൾ 2023 ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നടത്തുന്നത്. ഈ പരീക്ഷകൾക്ക് PSC എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാഥമിക പരീക്ഷകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, പ്രിലിമിനറി എന്ന് പറയുന്ന ഒരു സംഭവം എവിടെയില്ല. പോലീസ് കോൺസ്റ്റബിൾ, വനിതാ സിവിൽ പോലീസ് തസ്തികകളുടെ പരീക്ഷകൾക്ക് പ്രിലിമിനറി എക്സാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 2023 ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരൊറ്റ പരീക്ഷയായിട്ട്, ഒരു മെയിൻസ് പരീക്ഷ മാത്രമായിട്ടാണ് പോലീസ് കോൺസ്റ്റബിൾ എക്സാമും വനിതാ സിവിൽ പോലീസ് തസ്തികകളുടെ പരീക്ഷയും ഉണ്ടായിരിക്കുക. ഒരൊറ്റ പരീക്ഷയെ ഉണ്ടായിരിക്കുള്ളൂ, പ്രാഥമിക പരീക്ഷകൾ ഉണ്ടായിരിക്കുന്നതല്ല. യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയുടെ, ഓക്കെ, യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പരീക്ഷ തസ്തികയുടെ പ്രാഥമിക പരീക്ഷ പ്രിലിമിനറി എക്സാം എപ്പോഴാണ്, 2023 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് വിവിധ ഘട്ടങ്ങളിലായിട്ട് നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയുടെ പ്രാഥമിക പരീക്ഷ പ്രിലിമിനറി എക്സാം 2023 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായിട്ട് നടത്തും. സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നവർക്കുള്ള മുഖ്യ പരീക്ഷ 2023 ഒക്ടോബർ മാസം നടത്തുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സാം അതിൻ്റെ മെയിൻസ് എപ്പോഴാണ് ഉണ്ടാവുക, 2023 ഒക്ടോബർ മാസത്താണ് ഉണ്ടാവുക. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മെയിൻസ് കഴിഞ്ഞു, ഒക്ടോബറിൽ തന്നെ ജൂലൈ ഓഗസ്റ്റിൽ പ്രിലിംസ് കഴിഞ്ഞ് ഒക്ടോബർ മാസം തന്നെ എന്ത് വരുന്നുണ്ട്, മെയിൻസ് വരുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്നവർ ഇങ്ങനെ തന്നെ പഠിക്കണം. നമുക്ക് പിന്നെ മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ള ആ ഒരു സമയമുണ്ടോ, സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടതിന് ശേഷം ഞാൻ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല. അപ്പോൾ ജൂലൈ ഓഗസ്റ്റിൽ പ്രിലിംസ് കഴിഞ്ഞ ഉടനെ തന്നെ മെയിൻസ് വരുവാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, മെയിൻസിന് വേണ്ടിയിട്ട് കൂടെ ചേർത്ത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴാവുമ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട് അല്ലേ, ആവശ്യം പോലെ സമയമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പഠിച്ചെത്താം. പ്രിലിംസ് ഒക്കെ കഴിഞ്ഞ് മെല്ലെ മെയിൻസിന് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ സമയം തീരെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ പഠനം ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതിനോടകം വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ള 10, 12 ബിരുദം യോഗ്യതകളുള്ള മറ്റ് തസ്തികകളുടെ പരീക്ഷകൾ, അതായത് ഇപ്പോൾ കുറച്ച് തസ്തികകളുടെ എല്ലാം വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് അല്ലേ. 10, 12 ബിരുദം യോഗ്യതകളൊക്കെയുള്ള തസ്തികകളുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പരീക്ഷ 2023 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ പ്രധാന തസ്തികകളുടെ പരീക്ഷകൾ സംബന്ധിച്ച് സാധ്യതാ തീയതികളാണ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിശദമായ സമയവിവര പട്ടിക അതത് സമയങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം നമുക്കൊരു കാര്യം മനസ്സിലായി. PSC ഇപ്പോൾ നടത്താനായിട്ടിരിക്കുന്ന കംപ്ലീറ്റ് പരീക്ഷകളും 2023 ഡിസംബർ മാസത്തോടു കൂടി, അതായത് 2023 എന്ന് പറയുന്ന ആ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് PSC പരീക്ഷകൾ തന്നെയായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഏപ്രിൽ മാസം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, PSC പരീക്ഷകളാണ്. അപ്പോൾ എല്ലാ മാസവും എല്ലാ പരീക്ഷകളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കാറ്റഗറി എക്സാമിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ വേണം. അതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഓരോന്നിനും സിലബസ് ഉണ്ടായിരിക്കുമല്ലോ. ആ സിലബസ് നിങ്ങളുടെ കയ്യിൽ എടുത്ത് വച്ചിരിക്കണം. പിന്നെ നമ്മളിപ്പോൾ കുറേ പരീക്ഷകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും കോമൺ ആയിട്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സിലബസ് വെച്ചിട്ട് കോമൺ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അതൊക്കെ ആദ്യം പഠിച്ചു തീർക്കുക. പിന്നെ ഓരോന്നിനും സ്പെഷ്യലായിട്ട് വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ് അത് സെപ്പറേറ്റ് പഠിക്കുക. ആ ഒരു രീതിയിൽ പഠിക്കണം. നമ്മൾ കംപ്ലീറ്റ് സിലബസ് മനസ്സിലാക്കി, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി, മെയിൻസിനും കൂടെ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഏത് തസ്തികയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം ഒന്ന് പറയണം. നമ്മളിപ്പോൾ നമ്മുടെ ചാനലിലൂടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ടൈം ടേബിൾ പ്രകാരം ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നുണ്ട്. 130 ദിവസത്തെ ടൈം ടേബിളാണ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 35 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ നമുക്ക് പരീക്ഷ വരുന്നത് എപ്പോഴാണ്? ഏപ്രിൽ ജൂലൈയിലൊക്കെയാണ് എക്സാം വരുന്നത് അല്ലേ. പ്രിലിമിനറി എക്സാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് വരുന്നത് ഏപ്രിൽ മെയ്യിലാണ്. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ് അതിന് മുന്നേ തന്നെ നമ്മൾ തീർത്തിരിക്കും, അപ്പോഴേക്കും തീരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്ത് വരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രിലിമിനറി എക്സാം വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ മെയിൻസിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന രീതിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ 10th മെയിൻസിന് വേണ്ടിയിട്ട് 10th മെയിൻസിന് നമ്മുടെ ചാനലിലൂടെ 100 ദിവസത്തെ ടൈം ടേബിൾ പ്രകാരം ക്ലാസ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പാകത്തിനാണ്. നമ്മൾ ആകെ 10 ദിവസമേ ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്താലും കിട്ടുന്ന രീതിക്കാണ് നമ്മുടെ ടൈം ടേബിൾ. കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഓരോ ദിവസവും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെറിയ ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 100 ദിവസത്തെ ടൈം ടേബിളാണ്. അപ്പോൾ എക്സാം വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ടൈം ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ 10th മെയിൻസ് നമ്മുടെ 100 ദിവസത്തെ ടൈം ടേബിളും അതിൻ്റെ പ്രകാരമുള്ള ക്ലാസ്സുകളും നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസത്തെയും Day 1 Day 2 എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടും കൊടുക്കുന്നുണ്ട്, 10th മെയിൻസിന് വേണ്ടിയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളുടെ എല്ലാം പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, 10th മെയിൻസിന് വേണ്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതുവരെയും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ നോട്ട്സ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. PSC പരീക്ഷകൾ ഇനി അങ്ങോട്ട് എന്നും പരീക്ഷകളാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും മെയിൻസ് പരീക്ഷയെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഇപ്പോൾ നമ്മുടെ ടൈം ടേബിളൊക്കെ കുറേ പേരൊക്കെ ഫോളോ ചെയ്ത് ആദ്യം മുതലേ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് എക്സാമിന് ഉണ്ടായിരിക്കും. ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്നവർ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം PSCയുടെ കാര്യം, നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയെങ്കിൽ മാത്രമേ നല്ലൊരു വിജയം ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കുക. നമ്മളും കട്ട സപ്പോർട്ടായിട്ട് ഉണ്ടായിരിക്കും. എല്ലാ ക്ലാസ്സുകളും നമ്മൾ എടുത്തു തരുന്നുണ്ട് ഡെയിലി. അപ്പോൾ ടൈം ടേബിൾ പ്രകാരം തന്നെ പോകുമ്പോൾ നിങ്ങളിപ്പോൾ കുറേ അവിടെ നിന്നും ഇവിടെ നിന്നും റാങ്ക് ഫയലിൽ നിന്നും കുറേ യൂട്യൂബ് ചാനൽ കണ്ട് ഒരു കൃത്യതയില്ലാതെ അവിടുത്തെ ഇവിടെ നിന്നൊക്കെ കിട്ടുന്നത് പെറുക്കി പഠിക്കുന്നതിനേക്കാളും നമ്മൾ സിലബസ് പ്രകാരമാണ് പോകുന്നത് അല്ലേ. ടൈം ടേബിൾ അനുസരിച്ച് നമ്മുടെ സിലബസ് പ്രകാരം SCRT NCRT പാഠഭാഗങ്ങളും മുൻവർഷ ചോദ്യങ്ങളും റിവിഷനും എല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ആഴ്ചയ്ക്ക് എന്താണ് എക്സാം ഇടുന്നുണ്ട് അല്ലേ. വീക്ക്ലി നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാമും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ടൈം ടേബിൾ പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പരീക്ഷയോട് അടുക്കും തോറും ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഫോളോ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്